So over to Sometan for the product session. Someta start ചെയ്തോളൂ. ഓക്കെ, ജൂലൈ മാസത്തിന്റെ ആരംഭം അതിമനോഹരമായ ഒരു ദിവസമാണ് ഇന്ന്. ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. കഴിഞ്ഞ ഏതാനും ബുധനാഴ്ചകളിലായി കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് പ്രസന്റേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ പ്രോഗ്രാമിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയുള്ള ഈ പ്രോഗ്രാമിലേക്ക് വളരെ ആദരപൂർവ്വം എല്ലാ ലീഡേഴ്സിനെയും, സൂപ്പർ ലീഡർ ആയിട്ടുള്ള നമ്മുടെ വിനോദ് സാറ്, ഇന്ദു മാഡം, മറ്റുള്ള എല്ലാ അസോസിയേറ്റ്സിനെയും പുതിയ ഗസ്റ്റുകളെയും അതിലുപരി IMCയെ കേട്ടറിഞ്ഞ് എന്താണ് ഈ സംഭവം എന്ന് അറിയാൻ വേണ്ടി ഐഡിയ എടുക്കാതെയും ചിലര് ഈ പ്രോഗ്രാമിലേക്ക് കടന്നിട്ടുണ്ട്. അവർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ, ആശംസകൾ, സ്വാഗതം. നമുക്ക് പതിയെ പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കാം. ഇന്നേക്ക് 47 ദിവസമായി ഞാൻ IFCയിലെ പ്രവർത്തനം ആരംഭിച്ചിട്ട്. ആദ്യത്തെ 15 ദിവസത്തെ പ്രവർത്തനത്തിന്റെ ഫലമായി 18,900 രൂപ എനിക്ക് ഇൻകം ലഭിച്ചു. രണ്ടാമത്തെ മാസമായിട്ടുള്ള ജൂണിൽ അത് 21,000 ജമ്പ് ചെയ്തു. അടുത്ത മാസങ്ങളിൽ അത് ക്രമാനുഗതമായി അത് വളരും. ആ ഒരു കാര്യത്തിൽ എനിക്കൊരു ആശങ്കയുമില്ല. ഇത് ആരംഭത്തിലെ പറഞ്ഞത് ഞാൻ ഭയങ്കര മറവിയുള്ള ഒരാളാണ്, അതുകൊണ്ട് ചിലപ്പോൾ ഇത് പറയാൻ വിട്ടുപോകും. കഴിഞ്ഞ ഒരു മാസമായി നമ്മുടെ ലോക പ്രശസ്ത ന്യൂറോളജിസ്റ്റ് ഭാരതീയനായ ദീപക് ചോപ്ര, അദ്ദേഹം US-ലാണ് അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചില വാക്കുകളെ, കാലത്തെ വെല്ലുന്ന ചില വാക്കുകളെ അതിജീവിച്ച് അദ്ദേഹം പറഞ്ഞ ആ ആശയം, അതായത് ന്യൂട്രീഷണൽ ഗ്യാപ്പ് ഫില്ല് ചെയ്താൽ നമുക്ക് ഹെൽത്ത് ബിൽഡ് ചെയ്യാനാവും, ഞങ്ങളുടെ ഏജിങ്ങിനെ റിവേഴ്സ് ചെയ്യാം, യുവത്വത്തെ തിരിച്ചു കൊണ്ടുവരാം, ആയുസ് കൂട്ടിയെടുക്കാം. അതിന് വേണ്ട പോഷക ആഹാരങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു കഴിഞ്ഞ ഒരു മാസമായിട്ട് പ്രസന്റ് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാ IMC അസോസിയേറ്റ്സും അതിലുപരി എല്ലാ ഫാമിലി മെമ്പേഴ്സും അവരുടെ കുടുംബാംഗങ്ങളും അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നല്ല ഒരു ഹെൽത്ത് ബിൽഡ് ചെയ്തുകൊണ്ട്, ബേസ്മെന്റ് തറ ബിൽഡ് ചെയ്യുന്നുണ്ട്, അവരത് കടന്നു പോന്നു. എങ്കിൽ ഇന്നത്തെ പ്രോഗ്രാമിന്റെ പ്രത്യേകത, ആ സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ ഡിസീസുമായി ബന്ധപ്പെട്ടതാണ്. നമ്മളൊരു സമൂഹ ജീവിയാണ്. പല സമയത്തും പല പ്രശ്നങ്ങളും നമുക്ക് കയറി പ്രവേശിക്കാം നമ്മളുടെ ഉള്ളിലേക്ക്. അപ്പൊ ആ രോഗവുമായി ബന്ധപ്പെട്ട ഏതാനും പ്രൊഡക്റ്റുകൾ, 10 പ്രൊഡക്റ്റ് ആണ്. അത് എത്രത്തോളം പറയാൻ സാധിക്കുമെന്ന് എനിക്ക് അറിയില്ല. അതാണ് ഇന്നത്തെ പ്രസന്റേഷൻ. അപ്പൊ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ടത്. ആ സമയത്ത് മറ്റൊരു കാര്യം ഓർപ്പിക്കാം, മേജർ ആയിട്ടുള്ള ഡിസീസ് എന്തെങ്കിലും വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിൽ പോകണം, മോഡേൺ മെഡിസിൻ എടുക്കണം. ഒരല്പം ശമനം കിട്ടിയാൽ നമ്മൾ അത് എന്ത് ചെയ്യണം? ആയുർവേദത്തിലേക്ക് തിരിയണം. ഒരു വാക്ക് പുതിയ ആളുകൾക്ക് വേണ്ടി പറയുകയാണ്. ആയുർവേദം എന്ന് പറഞ്ഞാൽ ആളുകളുടെ കുറെ അധികം ആൾക്കാരുടെ ഉള്ളിലേക്ക് ചിന്ത വരുന്നത് അരിഷ്ടം, കഷായം, ലേഹ്യം, കുഴമ്പ് അങ്ങനെയൊക്കെയാണ്. പക്ഷെ ആ കാലം മാറി പ്രിയപ്പെട്ടവരെ, കാലഘട്ടം മാറി, കാലോചിതമായിട്ട് മാറ്റപ്പെട്ടു, ടെക്നോളജി അഡ്വാൻസ്ഡ് ആയി. അതുകൊണ്ട് ആയുർവേദത്തിന് ഇപ്പൊ സഡൻ റിസൾട്ട് വന്നു. പ്രൊപ്രൈറ്ററി മെഡിസിനിലൂടെ കഴിച്ചാൽ വേഗം മാറുന്ന, അത് രുചിച്ചു നോക്കാൻ
അത് ഞുണഞ്ഞു നോക്കാൻ, അനുഭവിച്ചു നോക്കാനുള്ള ഒരു അവസരമാണ് IMC, ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് കമ്പനി. നമുക്ക് പ്രാരംഭ നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രൊഡക്റ്റിലേക്ക് പ്രവേശിക്കാം. വീണ്ടും പറയുന്നു, ആയുർവേദം അത് പ്രകൃതിയുടെ സയൻസ് ആണ്, പ്രകൃതിയുടെ സയന്റിസ്റ്റ് ആണ്, പ്രകൃതിയുടെ ഡോക്ടറാണ്, ഭാരതീയ കൾച്ചറാണ്, എല്ലാത്തിലുപരി വേ ഓഫ് ലൈഫ്. അതൊരു ജീവിത ശൈലിയാണത്. പണ്ട് കാലത്തെ ആൾക്കാർ അങ്ങനെയാണ് ജീവിച്ചിരുന്നത്. കാലക്രമേണ അത് ചെറുതായിട്ട് മാറ്റപ്പെട്ടു. നമുക്ക് ഇനി അതിലേക്ക് തിരിച്ചു വരണം. ഇന്ന് ഈ പ്രോഗ്രാമിലേക്ക് പ്രവേശിച്ചിട്ടുള്ള ഏകദേശം 100, കറക്റ്റ് 101, അവരെല്ലാവരും ഇത് രുചിച്ച് ഞുണഞ്ഞ് അനുഭവിച്ച ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഒരുപാട് തിരക്കുള്ള സമയത്താണെങ്കിലും ഇന്നത്തെ ഒരു ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അതിനുള്ള ഒരു അനുഭവം ഉണ്ടാവട്ടെ. ആയുർവേദ ദിനചര്യ, ആ സ്വാസ്ഥ്യമായ ജീവിത ശൈലി, ആ രോഗം വരാത്ത അവസ്ഥ, മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ഒക്കെ നല്ല ഒരു പീസ്നെസ്, സമാധാനം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വേ ഓഫ് ലൈഫ് സ്റ്റൈലാണ് ആയുർവേദം. അങ്ങനെയെങ്കിൽ ആദ്യത്തെ പ്രൊഡക്റ്റിലേക്ക് പറയുന്നതിന് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗുരുനാഥൻ വിനോദ് സാറിനെ സ്മരിച്ചുകൊണ്ടാവട്ടെ ഇന്നത്തെ പ്രോഗ്രാം, അതിന്റെ ആരംഭം. സാറ് ഒരു പ്രോഗ്രാമിൽ പറയുകയുണ്ടായി, കളവുകൾ ധാരാളമുണ്ട്. അത് 9999 കളവുകളുണ്ട്. പക്ഷെ സത്യം എത്രയേ ഉള്ളു? ഒരെണ്ണം. അത് കാലത്തിനും ദേശത്തിനും പാത്രത്തിനും അതീതമാണത്. 3 കാലത്തിനും അതീതമാണ്. ഞാൻ പണ്ടങ്ങോ കേട്ടൊരു വാക്കുണ്ട്, മദർഹുഡ് ബി സട്ടാനിറ്റി, ഫാദർഹുഡ് ബി അസംഷൻ. മാതാവ്, അമ്മ എന്ന് പറഞ്ഞത് മാത്രമുള്ള ഒരു യാഥാർത്ഥ്യം. അച്ഛൻ ആരും ആകാം. അമ്മ പറയുന്നതാണ് അച്ഛൻ. അതൊരു സത്യം. അതാണ് പ്രപഞ്ചത്തിൽ ഒരു സത്യം എന്നൊരു സംഭവമുണ്ട്. ആ സത്യമാണ് ആയുർവേദം. അതിനെ കൂട്ടുപിടിക്കുകയല്ലേ, ആ ബ്ലാങ്കറ്റ് ഇട്ട് പുതയ്ക്കുകയല്ലേ നല്ലത്. അങ്ങനെയെങ്കിൽ ഈ ആയുർവേദം എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ സയൻസ് എന്ന് പറഞ്ഞു. നമ്മൾ നോക്കിക്കാണുന്ന പ്രകൃതിയാണ് ആയുർവേദം. അപ്പൊ ആ ആയുർവേദത്തെ നോക്കിക്കാണുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ദിവ്യ ചക്ഷുസ് കൊണ്ടാണ് നമ്മൾ കാണുന്നത്. ഈശ്വരൻ നമുക്ക് ഈ പ്രകൃതിയെ കാണാൻ, അനുഭവിക്കാൻ ഈശ്വരൻ ഗിഫ്റ്റ് ആയിട്ട് തന്നിരിക്കുന്ന ഒരു സമ്മാനമാണ് നമ്മുടെ ഈ 2 കണ്ണ്. ഈ കണ്ണാണ് നമ്മുടെ വാതില് ഈ ലോക ജീവിതത്തില്. അപ്പൊ ഈ കണ്ണ് മുതൽ നമുക്കൊന്ന് പതിയെ ആരംഭിച്ചാലോ? എല്ലാവരും മ്യൂട്ട് ചെയ്തിരിക്കുവാണ്. നിങ്ങൾ മൗനമായിട്ട് ഒന്ന് കൈയടിക്കൂ. കണ്ണുമായി ബന്ധപ്പെട്ട് 2 പ്രോഡക്റ്റ് ഉണ്ട്. ഒന്ന് അലോ ജ്യോതി, 2 അലോ ജ്യോതി പ്ലസ്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, പണ്ട് കാലത്തുള്ള കണ്ണിന്റെ ഒരു ആയുർവേദ മെഡിസിൻ ഉണ്ട്. എന്താണ് അതിന്റെ പേര്? ഇളനീർ കുഴമ്പ്. ശരിയല്ലേ? ഇളനീർ കുഴമ്പിന്റെ സ്വഭാവം എന്താണ്? ഒരു ചെറിയ എരിച്ചില്, ഒരു പുകച്ചില്. കുറച്ചു നേരം കഴിയുമ്പോഴോ സുഖം, വ്യക്തത, ക്ലാരിറ്റി, മുന്നോട്ടുള്ള പ്രയാണത്തിലുള്ള ക്ലാരിറ്റി. അപ്പൊ നമ്മൾ IMC വന്നിട്ടുണ്ട്, ബിസിനസ് ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് ക്ലാരിറ്റി ലഭിക്കണം. അതിലെ ഏറ്റവും ബേസ്മെന്റ് ആയിട്ടുള്ള നമ്മുടെ ഇന്ദ്രിയമാണ് കണ്ണ്. ഞാൻ എൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുമ്പോ എന്റെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞാൽ എന്റെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം ഡാമേജ് ആയി പോകും. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കണ്ണിന്റെ കാഴ്ച ശക്തി അത് എപ്പോഴാണ് തിരിച്ചറിയണത്? 40, 50 ഒക്കെ കഴിയുമ്പോഴാണ്. ചിലർക്ക് പോയി കഴിഞ്ഞാലാണ് തിരിച്ചറിയുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് അലോ ജ്യോതി ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച്, ഇതിന്റെ ആവശ്യകത എന്താണ്? ഞാൻ പറഞ്ഞു കഴിഞ്ഞു.
നമ്മൾക്ക് കാണുന്ന ഈ പ്രപഞ്ചത്തിനെ അതിന്റെ വ്യക്തതയോടെ തിരിച്ചറിയാൻ നോക്കി കാണാനുള്ള എന്താ പറഞ്ഞത്, കണ്ണിന്റെ സുരക്ഷാ കവചമാണ്. നമ്മൾ ജനൽ വാതിലൊക്കെ നിർമ്മിക്കുന്നു, അതിന് പെയിന്റ് അടിക്കും. എന്തിനാണത്? ഈ പ്രകൃതി എന്നുള്ള കവചം. എന്നാണൊക്കെ നമുക്കും നമ്മുടെ കണ്ണിനും ഒരു കവചം ആവശ്യമില്ലേ? അപ്പൊ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു കവചമാണ് അലോ ജ്യോതി. ഇനി ഇതിന്റെ ഇൻഗ്രീഡിയന്റ് എന്തൊക്കെയാണ്? അലോവേര എന്ന് പറഞ്ഞാൽ കറ്റാർ വാഴയുടെ എക്സ്ട്രാക്ട്, അതിന്റെ വാറ്റിയെടുത്തിട്ടുള്ള നീര്. പിന്നെ പുനർനവ, തഴുതാമ, ഭൃംഗരാജ്, കയ്യുണ്ണി, തുളസിയാർക്ക്, തുളസിയുടെ നീറ്റിയെടുത്ത ഭാഗം, കൂടാതെ ഗുലാബ് ആർക്ക്, റോസപ്പൂവിന്റെ എക്സ്ട്രാക്ട്. എത്ര മനോഹരമാണ്, എത്ര ദിവ്യമാണ്, എത്ര സെൻസിറ്റീവാണ്. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കുളിര് വരും. എന്താ കാര്യം? ഇതൊരു കെമിക്കൽ അല്ല, ഇതൊരു പെസ്റ്റിസൈഡ് അല്ല, ഫംഗിസൈഡ് അല്ല. നമ്മുടെ പ്രകൃതിയും നമ്മളും തമ്മിലുള്ള ഒരു സമന്വയം. ഈശ്വരൻ പ്രകൃതിയുടെ രൂപത്തിൽ നമ്മളിലേക്ക് പ്രവേശിക്കുന്നു. എനിക്ക് നോക്കി കാണുമ്പോ ഇങ്ങനെയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും, ഉറപ്പ്. അപ്പൊ ഇത്രയുമാണ് ഇതിന്റെ ഇൻഗ്രീഡിയന്റ്. ഇതിന്റെ ധർമ്മം കണ്ണിനെ പ്രകൃതിയുമായിട്ട് പൊല്യൂഷനുമായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നു. അതിന്റെ പ്രയോജനം ഡിസീസ് കണ്ണിലേക്ക് വരാതിരിക്കാൻ. കണ്ണിനെ എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും, ഹെൽത്ത് ആക്കിക്കൊണ്ടിരിക്കും. അലർജി സംബന്ധമായ പ്രോബ്ലത്തിലേക്ക് പ്രവേശിക്കില്ല. ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്? കണ്ണിന്റെ സൈറ്റിന് വ്യക്തത വരും, ക്ലാരിറ്റി വരും, സൈറ്റ് കൂടും, നേത്ര രോഗങ്ങളൊക്കെ വരാതിരിക്കും, ഇൻഫെക്ഷൻസ് വരാതിരിക്കും. അപ്പൊ ഈ പ്രൊഡക്റ്റ് എന്ത് ചെയ്യാം? ഡെയിലി യൂസ് ചെയ്യാം. ഇതിന്റെ അൾട്ടിമേറ്റ് ആൻസർ എന്താണ്? ലോങ് സൈറ്റും ഷോർട്ട് സൈറ്റും ഒന്നും വരില്ല, കണ്ണടയൊന്നും വെക്കേണ്ടി വരില്ല. നേരത്തെ കാലത്ത് ഇത് ഉപയോഗിച്ചാൽ ഇന്ന് ഈ കേട്ട നിമിഷം മുതൽ നിങ്ങൾ ദിവസവും ഉപയോഗിക്കാൻ ശ്രമിക്കുക. എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്? ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് കണ്ണിലേക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് നോക്കേണ്ടത് ഇതിന്റെ എക്സ്പയർ ഡേറ്റ് ആണ്. 1 വർഷമാണ് ഇതിന്റെ കാലാവധി. ഇത് ഉപയോഗിക്കേണ്ട സമയം അതിരാവിലെയും ത്രിസന്ധിക്കും. കഴിവതും സൂര്യൻ ഉദിക്കുന്ന അത് വേണമെന്നില്ല. ഇനി ചില ദിവസങ്ങളിലൊക്കെ നോ പ്രോബ്ലം. എങ്കിലും നിങ്ങൾ രാവിലെ എണീറ്റു മുഖമൊക്കെ കഴിക്കഴിഞ്ഞാൽ ഉടനെ 2 കണ്ണിൽ ഓരോ തുള്ളി ഇട്ടേക്കാം. അതുപോലെ വൈകുന്നേരം ഒരു 6-6:30 മണിയാവുമ്പോ. ഇനി 1-2 ദിവസം മറന്നുപോയി എന്ന് വെച്ചിട്ട് നോ പ്രോബ്ലം. അപ്പൊ കേട്ട കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം കണ്ണിന്റെ വിഷയമായതുകൊണ്ട് എനിക്ക് ഇവിടെ ഇരിക്കുമ്പോ എനിക്ക് സ്പന്ദനം ലഭിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഒരു മാഗ്നറ്റ് പോലെ ഇരിക്കുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം. ആ ഫീലിംഗ് എനിക്ക് കിട്ടുന്നുണ്ട്. ഇനിയോ, ഇത് ഒരു തുള്ളിയുടെ കോസ്റ്റ് അറിയണോ? വെറും 75 പൈസയേ ഉള്ളത്. കാരണം 75 രൂപയാണ് ഇതിന്റെ MRP. നമ്മൾ ഐഡിയ എടുത്ത് 2500 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ 30% വില കുറച്ച് കിട്ടും. അങ്ങനെ വരുമ്പോ 75 പൈസ ഇല്ല, 50 പൈസ താഴെ ഉള്ളു. ഇതാണ് ഞാൻ ഗ്രൂപ്പിൽ പ്രോഗ്രാം ഇട്ടപ്പോ, ഓഡിയോകൾ ഇട്ടപ്പോ പറഞ്ഞത്. അത്ഭുതമാണ്, അതിശയമാണ്, ആശ്ചര്യമാണ് IMC പ്രൊഡക്റ്റും അത് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്ന നമ്മുടെ നേട്ടങ്ങളും. അപ്പൊ കഴിഞ്ഞ കാലഘട്ടം തിരിച്ചു വന്നു. ഇളനീർ ഗവൺമെന്റ് രൂപത്തിൽ തിരിച്ചു വന്നു. നേരിയതായിട്ടൊരു നീറ്റല് 1 മിനിറ്റ് കഴിയുമ്പോൾ അത് മാറിക്കോളും. കണ്ണിന് നല്ല ക്ലാരിറ്റി, വ്യക്തത, ആരോഗ്യം. എന്താണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം? കണ്ണിൽ എന്തെങ്കിലും തറഞ്ഞു കയറി, മുറിവുണ്ടായി, കല്ല് കയറി, പൊട്ടി, അങ്ങനെ ബ്ലഡ് ഒക്കെ വളരുന്ന ആ ഒരു അവസരത്തിൽ നിങ്ങൾ എവിടെ പോകണം? ഇത് വിട്ടുകൊണ്ടിരിക്കാവോ? നേരെ ഹോസ്പിറ്റലിൽ പോകുക, ഹീൽ ചെയ്യുക.
എല്ലാവർക്കും മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവസാനം ചോദിക്കാം. ഇതിന്റെ ഒരു അഡ്വാൻസ്ഡ് പ്രോഡക്റ്റ് ആണ് അലോ ജ്യോതി പ്ലസ്. അതായത് ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, അതുകൂടാതെ TV, ഇതൊക്കെ നമ്മൾ കൂടെ എന്തിനും വരുന്ന കണ്ടുകൊണ്ട് കണ്ണിന് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, സങ്കീർണമായിട്ടുണ്ട് പലർക്കും. കണ്ണിന് ചോര കളറ്, കണ്ണിന് വലിപ്പം കൂടുതല്, പുകച്ചില്, വെള്ളം ഒഴുകല്, നിരന്തരം പ്രശ്നങ്ങൾ. അതായത് ഒരുപാട് ഡിസോർഡേഴ്സ് വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളെ അതിജീവിക്കാനാണ് ഈ ഒരു പ്രൊഡക്റ്റ് അലോ ജ്യോതി പ്ലസ്. ഇനി ഇതിന്റെ ഇൻഗ്രീഡിയന്റ് പറയാം. അലോവേര, റോസിന്റെ എക്സ്ട്രാക്ട്, മറ്റതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഓനിയൻ, സവാളയുടെ നീരിന്റെ ആ വാറ്റിയെടുത്ത എക്സ്ട്രാക്ട്, അംല, നെല്ലിക്കയുടെ എക്സ്ട്രാക്ട്, പുനർനവ, തഴുതാമ, ഹരിത ബഹേഡ എന്ന് പറഞ്ഞാൽ നെല്ലിക്കയും കടുക്കയും താമിക്കയും അതിന്റെ എക്സ്ട്രാക്ട്. കണ്ട, രണ്ടും തമ്മിൽ വ്യത്യാസം കണ്ട? പേര് രണ്ടും ഒന്ന്, പക്ഷെ ഇതിന്റെ റിസൾട്ട് വേറെയാണ്. ഇത് പ്രോബ്ലം ഉണ്ട് കണ്ണിന്, അസുഖങ്ങളുണ്ട് കണ്ണിന്, അതിന് വേണ്ടിയിട്ടുള്ളതാണ് അലോ ജ്യോതി പ്ലസ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ നേട്ടം എന്താണ്? നേട്ടം എന്ന് പറഞ്ഞാൽ ക്ലീൻ, ഹെൽത്തി ആൻഡ് ഇംപ്രൂവ് ഐസൈറ്റ്. പ്രശ്നങ്ങളെ അതിജീവിക്കാൻ, മറ്റേത് ഡെയിലി ഉപയോഗിക്കാൻ, ഇത് പ്രശ്നങ്ങളും അതിജീവിക്കാൻ. ഇത് ഒരു വീട്ടിൽ രണ്ടെണ്ണം ഉണ്ടാകുന്നത് നല്ലതാണത്. പൊട്ടിച്ചു കഴിഞ്ഞാൽ 1 മാസത്തിന്റെ ഉള്ളിൽ കഴിവതും ഉപയോഗിച്ച് തീർക്കാൻ ശ്രമിക്കുക. മിക്കവാറും ഒരു 40-50 വയസ്സിന് ശേഷമുള്ളവർക്ക് എല്ലാവർക്കും ഇത് രണ്ടും ആവശ്യമാണ്. കാരണം ദിവസവും TV, ദിവസവും ലാപ്ടോപ്പ്, ദിവസവും മൊബൈൽ, പ്രശ്നങ്ങളുടെ സങ്കീർണതയാണ്. ഇനി ഇതിന്റെ എക്സ്പയറി ഡേറ്റ് 1 ഇയർ ആണ്. വില MRP 130 ആണ്. നമുക്ക് 30% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 100 രൂപ വരെ ഉള്ളു. 10 ml ആണ് ഇതിന്റെ അളവ്. 1 രൂപ ഒരു ദിവസത്തേക്ക് ഉപയോഗിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ ഗുണങ്ങള് അതാരും അറിയാതെ പോകരുത്. കാരണം അത്രയും വിലപിടിപ്പാണ് നമ്മുടെ കണ്ണ്. നമ്മുടെ കണ്ണുള്ളത് കൊണ്ടാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തത്. ഇപ്പൊ കാഴ്ചയുള്ളതുകൊണ്ട് അതൊന്നും മങ്ങുമ്പോഴാണ് പ്രശ്നങ്ങളുടെ സങ്കീർണതയിലേക്ക് പോകുന്നത്. പ്രായമായവരെല്ലാവരും, ഞാൻ പറയുന്നു, രാവിലെ അലോ ജ്യോതി ഇടൂ, വൈകിട്ട് അലോ ജ്യോതി പ്ലസ് ഇട്ടു, മാറി മറിച്ചു വരുന്ന ചെയ്തുകൊണ്ടിരിക്കൂ. നിങ്ങളുടെ ജീവിതകാലം നിങ്ങൾക്ക് പരസഹായം കൂടാതെ യഥേഷ്ടം നോക്കി കണ്ട് ആസ്വദിച്ച് അനുഭവിച്ച് സന്തോഷിച്ച് ആഹ്ലാദിക്കാനുള്ള അവസരമാണ് ഈ 2 പ്രോഡക്റ്റ്. മൂന്നാമത്തത് വളരെ വണ്ടർഫുൾ ഒരു പ്രൊഡക്റ്റ് ആണ് ട്രൂ ഹെൽത്ത്. ഒരു പക്ഷെ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ് പറയുമ്പോൾ തന്നെ 1 മണിക്കൂർ തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനു വേണ്ട കാര്യങ്ങൾ പറയാനുണ്ട്. ആരംഭത്തിലേ പറഞ്ഞിരുന്നു, ഗുണകൾ 999 ഉണ്ട്, അല്ലെങ്കിൽ 9999 ഉണ്ട്. സത്യം ഒന്നുള്ളൂ, ഈ പേരെങ്ങനെയുണ്ട്? ട്രൂ ഹെൽത്ത്, നമ്മുടെ ആരോഗ്യത്തിന്റെ സത്യം, ലോക ആരോഗ്യത്തിന്റെ സത്യം, വേൾഡ് ഓഫ് ഹെൽത്ത് ഈ പ്രൊഡക്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരാള് പോലും ഇത് ഉപയോഗിക്കേണ്ടാത്ത ആൾക്കാർ ആരും ഇല്ല. ഇതിന്റെ ഇൻഗ്രീഡിയന്റും ഇതിന്റെ ബെനിഫിറ്റും കേട്ടാൽ ആരോഗ്യത്തിന്റെ അതിസൂക്ഷ്മമായ ഒരു അടിത്തറയുടെ ഭാഗമാണ് ട്രൂ ഹെൽത്ത്. നിരവധി പ്രശ്നങ്ങൾ സങ്കീർണമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ, അതിനൊക്കെ ഒരു പ്രതിവിധിയാണ് ട്രൂ ഹെൽത്ത്. ഇൻഗ്രീഡിയന്റ് 3 ഓയിലാണ് ഇതിനകത്തുള്ളത്. ഒന്ന് ബ്ലാക്ക് സീഡ് ഓയിൽ,
കരിഞ്ജീരകത്തിന്റെ എണ്ണ, 2 ജിഞ്ചർ ഓയിൽ ഇഞ്ചിയുടെ എണ്ണ, 3 ഗാർലിക് ഓയിൽ വെളുത്തുള്ളിയുടെ എണ്ണ. 3 ഓയിലുകളാണ്. ഞാൻ ഒരെണ്ണം ഒന്ന് തുറന്ന് കാണിച്ചു തരാം. omega-3 6-9 ഫാറ്റി ആസിഡിന്റെ വേറൊരു വകഭേദമാണ്. അതിന് ഇത്തിരി കൂടെ വലിപ്പമുണ്ട്. സാധനം ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് പറയുന്ന പ്രൊഡക്റ്റുകളെല്ലാം ഉപയോഗിച്ചതാണ്. അപ്പൊ 3 എണ്ണകൾ. ഇതിന്റെ ബെനിഫിറ്റ് എന്താണ്? ഇമ്മ്യൂണിറ്റിയും എനർജിയുമാണ്. എങ്ങനെയൊക്കെയാണ്? നമ്മുടെ ഹാർട്ടിനെ, ഹൃദയത്തിനെ, അതുകൂടാതെ നമ്മുടെ ദഹനത്തിന്, നമ്മുടെ സ്ട്രെസ് ലെവലിന്, കോൺസെൻട്രേഷന്, ഷുഗർ ലെവലിന്, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, ജോയിന്റ് പെയിൻ, ആർത്രൈറ്റിസ്, ആസ്മ, breathing disorder, including breastfeeding mothers, ഗർഭിണി വെളിയൂട്ടുന്ന അമ്മമാരും അവരുടെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുമ്പോൾ ആ പാലിലൂടെ കടന്ന് കുട്ടിക്കല്ലോ. അതുവഴി ഉറപ്പായിട്ട് ഈ ഭൂലോകത്ത് 2 രോഗങ്ങൾ വരാതിരിക്കും. അതിലൊന്നാണ് അൾഷിമേഴ്സ്, 2 ഡിമെൻഷ്യ, ഓർമ്മക്കുറവ്. ഡിമെൻഷ്യ എന്താണ്? മതിഭ്രമം, ബുദ്ധി അസ്ഥിരത. കേട്ടല്ലോ, നിരവധി ഹെൽത്ത് ബെനിഫിറ്റ്. പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതിന്റെ പരിഹാരം ഏറ്റവും ലാസ്റ്റ് എന്നുള്ള സയൻസ് പറയാം. അപ്പൊ ഇതിന്റെ ഉപയോഗം എങ്ങനെയാണ്? രാവിലെ വൈകിട്ട് ഓരോന്ന്. കൂടാതെ നിങ്ങൾക്ക് ജോയിന്റ് പെയിൻ, എവിടെയെങ്കിലും വേദന ഉണ്ടെങ്കിൽ അത് ഒരെണ്ണം കട്ട് ചെയ്യുക. ആ ഓയിൽ എടുത്ത് ആ വേദനയുള്ള ഭാഗത്ത് മസാജ് ചെയ്യുക. 2 ഉപയോഗമായി. 3-മത്തത്, നിങ്ങൾക്ക് മുഖത്തിൽ ധാരാളം കുരുക്കളുണ്ട്, ബ്ലെമിഷ് ഉണ്ട്. അലോവേരയുടെ ജെല്ലെടുത്ത് ഇത് കട്ട് ചെയ്ത് ഇതിന്റെ ഓയിലിട്ട് മിക്സ് ചെയ്ത് മുഖത്ത് കുറച്ച് നാട് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ മുഖസൗന്ദര്യം മനോഹരമായി വരും. മൾട്ടി യൂസ് ആണ് ഈ പ്രൊഡക്റ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് ട്രൂ ഹെൽത്ത്. ഇത് പറയാനൊരു അവസരത്തെ കാത്തിരിക്കുമായിരുന്നു ഞാൻ. അതുവഴി എന്താ കിട്ടുന്നത്? മുഖത്തെ സ്കിന്നിന് നല്ല ഗ്ലോ, നല്ല ഷൈനിങ്, സ്മൂത്ത്നെസ്. നിരവധി രോഗങ്ങൾക്ക് പ്രതിവിധിയാണ്. വേദനയുള്ള ഭാഗത്ത് മസാജ് ചെയ്താൽ മുഖസൗന്ദര്യത്തിന് ഉപയോഗിക്കാം. ഇനിയോ, വില ഒരു ക്യാപ്സൂളിന് ഒരു ദിവസത്തേക്ക് കേവലം വെറും 15 രൂപ. 15 രൂപയ്ക്ക് എന്ത് കിട്ടും? 10 രൂപയ്ക്കൊന്നും ഒരു വിലയില്ലാത്ത കാലഘട്ടമുണ്ട്. അപ്പൊ നമ്മൾ 75 വയസ്സിൽ തുടങ്ങി, ഒരു രൂപയിൽ തുടങ്ങി, 15 രൂപയിലെത്തി. ഇതാണ് IMC-യിലേക്ക് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാർ വരുന്നത്. വിനോദ് സാറിന്റെ ഭാഷയിൽ പറഞ്ഞ അഡ്മിഷൻ റേറ്റ് വെറും 10% ഉള്ളൂ. മറ്റെല്ലാ കമ്പനികളിലും 90%, 80%. ഇവിടെ ആരും പോകുന്നില്ല, കാരണം ഇത് എല്ലാം കിട്ടുന്നുണ്ട് ഇവിടെ. ഇനി ഇതിന്റെ സയൻസ് പറയാം. ഇത്രയും രോഗങ്ങൾക്ക് പ്രതിവിധിയും ഈ ഗുണങ്ങളൊക്കെ കിട്ടാനുള്ള ഒരു കാരണം പറയാം. ഇത് കേട്ട് കഴിയുമ്പോഴാണ് ഇനി രോഗങ്ങൾ കുറച്ചുകൂടി ഉണ്ട്. കിഡ്നി സ്റ്റോൺ, അതിന്റെ IMC പ്രൊഡക്റ്റ് കഴിക്കുമ്പോൾ അതിനകത്ത് ട്രൂ ഹെൽത്ത് ഉണ്ട്. വെരിക്കോസിൻ്റെത്, അതിനകത്തുണ്ട് ട്രൂ ഹെൽത്ത്.
ഹൈപ്പോ തൈറോയിഡിലുണ്ട്, വണ്ണമുള്ളവരുടെ തൈറോയിഡുകാർക്ക് അവർക്കുണ്ട് ട്രൂ ഹെൽത്ത്. BP ഹൈ BP കാർക്ക് കൊടുക്കുന്ന പ്രൊഡക്റ്റിനകത്ത് അതിനകത്തുണ്ട് ട്രൂ ഹെൽത്ത്. അപ്പൊ ട്രൂ ഹെൽത്തിന്റെ സ്ഥാനം അതിഗംഭീരമാണ്, ആരോഗ്യദായകവുമാണ്. ഇനി ഇതിന്റെ സയൻസിലേക്ക് കിടക്കാം. എന്താണ് ഇതിന്റെ സയൻസ്? നമ്മൾ ആഹാരം കഴിക്കുന്നു, ഡൈജഷൻ പ്രോസസ് ഒക്കെ കഴിഞ്ഞു, ചെറുകട്ട് കുടലിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു, അതിനകത്ത് അബ്സോർഷൻ നടന്നു, ആ ന്യൂട്രിയന്റ് ബ്ലഡിലേക്ക് കയറി, ആ ബ്ലഡ് ഹീമോഗ്ലോബിൻ ട്രാൻസ്പോർട്ടേഷൻ നടത്തി അയണിന്റെ സഹായത്തോടുകൂടി എല്ലാ ആന്തരിക അവയവങ്ങളിലേക്ക് എത്തുന്നു. ഇത് ആരംഭിച്ചിട്ട് വർഷോത്രേ. ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പേ ആരംഭിച്ചു, അമ്മയുടെ ഉദരത്തിലുള്ളപ്പോഴേ ആരംഭിച്ചു. ഇങ്ങനെ കാലങ്ങളോളം 50, 60, 70, 80 വയസ്സുള്ളവർ ഇന്ന് നമ്മുടെ പ്രോഗ്രാമിലുണ്ട്. ഇതിങ്ങനെ ഫ്ലോ ചെയ്തോണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു കാര്യം അറിയാം, ഈ പ്രകൃതിക്കും പ്രപഞ്ചത്തിനും ഒരു നിയമമുണ്ട്. ഒഴുകിയാൽ എന്തും അവിടെ എന്തുണ്ടാകും? ഒരു ഇഴുക്കലുണ്ടാകും. ശരിയാണോ അല്ലയോ? ഒഴുകിയാൽ അവിടെ ഒരു സ്കോറിംഗ് ഉണ്ടാകും, ഒരു ഫ്രിക്ഷൻ ഉണ്ടാകും. അങ്ങനെ നമ്മുടെ നാഡീ നരമ്പുകളിലൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു യഥേഷ്ടം. ഈവൻ ഉറക്കത്തിൽ പോലും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അവിടെയൊക്കെ ഉണ്ടാക്കുന്ന സ്കോറിങ്, ആ ലൈനിങ്, ആ രോഗത്തിന്റെ പേരാണ് എന്ത്? അത്രോസിറോസിസ്. മോഡേൺ മെഡിസിന്റെ ഭാഗമായിട്ട് പറഞ്ഞാൽ. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? ആ സ്കോറിങ്ങിൽ അഡിറ്റീവ്സ് വന്ന് ഡെപ്പോസിറ്റ് ആകും. അവിടെ വന്ന് പതിയെ 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 കൊളസ്ട്രോൾ വന്ന് അവിടെ പതിയെ 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 തടയും. അങ്ങനെ തടയുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലും കാരണത്തിൽ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ, ഗ്യാസ് ആയിരിക്കും പ്രശ്നം, അവരകത്ത് കയറിയിട്ട് എന്ന് പറയും, അവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്, ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്, ആൻജിയോഗ്രാം ചെയ്യണം, ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം, ബൈപ്പാസ് ചെയ്യണം, ഓപ്പൺ ഹാർട്ട് ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ആ ഒരു അവസ്ഥയിലേക്ക് പോവേണ്ട. നമ്മൾ ഈ കരിഞ്ജീരക എണ്ണ, ഈ ജിഞ്ചറിന്റെ എണ്ണ, ഈ ഗാർലിക്കിന്റെ എണ്ണ, ഈ ഓയിലുകൾ അടങ്ങിയ ഈ ട്രൂ ഹെൽത്ത് കഴിച്ചാൽ ഇത് നമ്മുടെ ബ്ലഡിലൂടെ പ്രവേശിച്ച് ആ അത്രോസിറോസിസ് എന്നുള്ള പ്രശ്നം, ആ ഇഴുക്കല്, ആ സ്കോറിങ്, അത് എന്നേക്കുമായിട്ട് സ്വീപ്പ് ചെയ്ത് പോകുമ്പോൾ ഒരു നല്ല ഹെൽത്തി ബ്ലഡ് ഫ്ലോ, തിൻ ഫ്ലോ. എന്താ കാര്യം? ഗാർലിക് ഓയിൽ ഉണ്ട്. ഗാർലിക് ഓയിലിന്റെ സ്വഭാവം എന്താണ്? ഇൻഫെക്ഷൻ ഫ്രീ, ബാക്ടീരിയ, വൈറസ്, ജേംസ് എല്ലാം ഫ്രീ ആക്കുന്നു. ഒപ്പമോ പെയിന്റിനകത്ത് തിന്നർ ചേർക്കുന്ന മാതിരി അത് ആ ബ്ലഡിന്റെ ആ ഡെൻസിറ്റിയെ കുറച്ച് ആ ഫ്ലോയിനെ കൂട്ടും. അങ്ങനെ കൂട്ടുന്ന സമയത്ത് നമ്മുടെ ഓൾ ബോഡി എല്ലായിടത്തും എത്തുമ്പോൾ പ്രശ്നങ്ങൾ പരിഹരിച്ചോ? എന്തൊക്കെയാണ് പരിഹരിച്ചത്? ഹാർട്ടിന്റെ ലോഡ് കുറഞ്ഞു, ദഹനം നന്നായി, സ്ട്രെസ് മാറി, കോൺസെൻട്രേഷൻ കൂടി, ഡയബറ്റിക് ബാലൻസ് ആയി, പ്രഷർ ബാലൻസ് ആയി, കൊളസ്ട്രോൾ കൺട്രോൾ ആയി, ജോയിന്റ് വെയിൻ കൺട്രോൾ ആയി, ആർത്തറൈറ്റിസ്, ആസ്മ, ബ്രീതിങ് ഡിസോർഡർ, മുലയൂട്ടുന്ന അമ്മമാർക്ക്, കൂടാതെയോ കിഡ്നി സ്റ്റോൺ, വെരിക്കോസ്, ഹൈപ്പർ തൈറോയ്ഡ്, ഇതിനെല്ലാത്തിനും പ്രശ്നത്തിന്റെ പരിഹാരമായി എന്താ കാര്യം? നമ്മൾ കഴിക്കുന്ന ന്യൂട്രിയന്റ് യഥാസമയം യഥാസ്ഥലത്ത് എത്തിപ്പെടുന്നു. മനസ്സുകൊണ്ടൊന്ന് കൈയടിക്കൂ. ഇതൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. IMC ഈശ്വരന്റെ വരദാനം വന്നില്ല, പ്രകൃതിയുടെ വരദാനം വന്നില്ല, നമുക്കത് ഉപയോഗിക്കാൻ ഒരു അവസരമുണ്ട്. അപ്പോ ട്രൂ ഹെൽത്ത് ആ പ്രൊഡക്റ്റ് നമ്മൾ പ്രസന്റ് ചെയ്തു. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവസാനം പറയാം. അടുത്ത പ്രൊഡക്റ്റ് ആണ് അത്ഭുതങ്ങളിൽ അത്ഭുതം, വീറ്റ് ഗോൾഡ്. എന്താണ് വീറ്റ് ഗോൾഡിന്റെ ആ അർത്ഥം? ഗോതമ്പ് ചെടിയുടെ ആ അതിനകത്തിരിക്കുന്ന ഒളിഞ്ഞിരിക്കുന്ന സ്വർണം, തങ്കം, വീറ്റ് ഗോൾഡ് ടാബ്ലറ്റ്. നമ്മൾ അറിയാതെ തന്നെ ഓട്ടോമാറ്റിക്കലി നാച്ചുറലായി നമ്മൾ ദിവസവും ഭക്ഷണം കഴിക്കുന്നുണ്ട്. വേണ്ടത് വേണ്ടാത്തത് പല ടൈപ്പിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട്. കൂടാതെ ആ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന്റെ ആ ഒരു വൈകല്യം, വേണ്ടതും വേണ്ടാത്തതും, ആ കഴിക്കുന്ന രീതി, ഇനി കഴിച്ചു കഴിഞ്ഞാലുള്ളത്, ഉടനെ അവരുടെ വെള്ളം എടുത്ത് കുടിക്കല്, അല്ലെങ്കിൽ കിടന്നുറങ്ങല്, ഇങ്ങനെയൊക്കെ ഉള്ള
ധാരാളം മൊമെന്റിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരം എല്ലാം കൃത്യസമയത്ത് ടൈം ബൗണ്ടഡ് ആയിട്ട് ഡൈജഷൻ നടന്ന് അതിന്റെ ന്യൂട്രിയന്റ് ലഭിക്കണമെന്നില്ല. അതുവഴി ഉണ്ടാകുന്ന ടോക്സിൻ, ധാരാളം ടോക്സിൻ ഉണ്ട് ബോഡിയിൽ, ഡെയിലി ടോക്സിൻ വരും. ആ ടോക്സിനെ നമ്മൾ പോലും അറിയാതെ ഓട്ടോമാറ്റിക് ആയിട്ട് നാച്ചുറൽ ആയിട്ട് അതിന്റെ ഫ്ലഷ് ഔട്ട് ചെയ്യും. അപ്പൊ അതിന്റെ റിസൾട്ട് എന്താണ്? എനർജി റീബിൽഡിങ്, ശക്തി ഉണ്ടാക്കുന്നു നമുക്ക്. ഇതാണ് വീറ്റ് ഗോൾഡ് പ്രൊഡക്റ്റ്. ഈ ടാബ്ലറ്റ് ഉപയോഗിച്ചാൽ കിട്ടുന്ന വൺ വേർഡ് ആൻസർ. ഇതിന്റെ ഇൻഗ്രീഡിയന്റിലേക്ക് കടക്കാൻ നോക്കും. അലോവേര. അലോവേര എന്താണ്? ആയുർവേദത്തിന്റെ രാജാവ്. രാജാവുള്ളപ്പോ രാജ്ഞിയുണ്ടല്ലോ, അതാരാണ്? നമ്മുടെ തുളസി. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റിനകത്ത് എല്ലാത്തിനകത്തും അലോവേരയും ഉണ്ട്, തുളസിയും ഉണ്ട്, രാജാവും ഉണ്ട്, രാജ്ഞിയുണ്ട്. അവസാനം നമ്മളെന്ത് സംഭവിക്കും? നമ്മൾ രാജാവാകൂ. നമ്മുടെ എന്താ പറഞ്ഞത്, എന്റെ ഭാഷയിൽ പറയണമെങ്കിൽ നമ്മുടെ പ്രേമഭാജനം, നമ്മുടെ ഭാര്യ, സഹധർമ്മിണി, അവരാരായി മാറും? രാജ്ഞിയായി മാറും. ചെറുപ്പക്കാരിപ്പുണ്ടാവും, നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ കല്യാണമൊക്കെ കഴിക്കുമ്പോ ആരംഭത്തിൽ തന്നെ നിങ്ങൾ രാജാവും രാജ്ഞിയായി മാറിക്കും. അലോവേര അമ്ല. എന്താണ് അമ്ല? പ്രകൃതിയിലുള്ള വൈറ്റമിൻ സി. കഴിഞ്ഞ ദിവസം വരെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നതാണ് വൈറ്റമിൻ സി അമ്ലയില്. അതിനേക്കാളും കൂടുതൽ വൈറ്റമിൻ സി ഉള്ള പ്രോഡക്റ്റ് നമുക്ക് ഹിമാലയൻ ബെറിയിലുണ്ട്. വീറ്റ് ഗ്രാസ് പൗഡർ, ഗോതമ്പ് ചെടിയുടെ കുരുന്ന് അതിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള പൗഡർ, കൂടാതെ അത്ഭുതകരമായ കുറെ ഇൻഗ്രീഡിയന്റ് ഉണ്ട്. ആവശ്യമുള്ളവരൊക്കെ നോട്ട് ചെയ്തോളണം. അപൂർവങ്ങളിൽ അപൂർവമായിട്ട് നടക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. തുളസി, വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ B12. വൈറ്റമിൻ B12 കുറിച്ച് അവസാനം ഒന്നുകൂടെ പറയുന്നുണ്ട്. സി, ഇ, പ്രോട്ടീൻ വിത്ത് അമിനോ ആസിഡ്, എൻസൈംസ്, ഓൾ മിനറൽസ്. എന്തൊക്കെയാണ്? അയൺ, കാൽസ്യം, പൊട്ടാസ്യം, സിങ്ക്, സെലീനിയം. ഒന്നുകൂടെ പറയാം. അലോവേര അമ്ല, വീറ്റ് ഗ്രാസ് പൗഡർ, തുളസി, വൈറ്റമിൻ എ, ബി, B12, സി, ഇ, പ്രോട്ടീൻ വിത്ത് അമിനോ ആസിഡ്, എൻസൈംസ്, മിനറൽസ്, അതായത് അയൺ, കാൽസ്യം, പൊട്ടാസ്യം, സെലീനിയം, സിങ്ക്. ഇത്രയും ധാതുക്കളും ലവണങ്ങളും പ്രോട്ടീനും അടങ്ങിയിട്ടുള്ള ഒരു കലവറയാണ് എന്ത് സാധനം? ഗോൾഡ്. ആ പേര് തന്നെ അതാണ്, അങ്ങനെ മൗനമായിട്ട് അതിനകത്ത് ഒളിച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ ബെനിഫിറ്റിലേക്ക് കടക്കാം. വീറ്റ് ഗ്രാസ് അല്ലെങ്കിൽ വീറ്റ് ഗോൾഡ് ഹൈ ക്ലോറോഫിൽ ഉണ്ട് ഇതിനകത്ത്. ക്ലോറോഫിൽ എന്താണ്? പച്ചയായിട്ടുള്ള സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ആ ഇൻഗ്രീഡിയന്റ് ആണ് ക്ലോറോഫിൽ. ഈ വീറ്റ് ഗ്രാസിലുള്ള ക്ലോറോഫിൽ ഉള്ളത് കൊണ്ട് ആ വീറ്റ് ഗ്രാസിലുള്ള ആ വീറ്റ് ഗോൾഡ് ആയിട്ടുള്ള ക്ലോറോഫിൽ നമ്മുടെ ബ്ലഡിലേക്ക് ചെന്നാൽ, വളരെ ശ്രദ്ധിച്ചു കേൾക്കണേ, ആ ബ്ലഡിനകത്ത് ഈ ഗ്രീൻ ബ്ലഡ് ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഗ്രീൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ പച്ച മാത്രമല്ല, പ്രകൃതിയിലുള്ള ഓക്സിജൻ ആണ്. ആ പ്രകൃതിയിലുള്ള ഓക്സിജൻ വീറ്റ് ഗോൾഡ്, വീറ്റ് ഗ്രാസിന്റെ രൂപത്തിൽ നമ്മുടെ ബ്ലഡിനകത്തേക്ക് ആ ഓക്സിജന്റെ പെർസെന്റേജ് കൂടിയാൽ എന്തായിരിക്കും ഗുണം? ഉഷാറായി, അതിമനോഹരമായി, ഗംഭീരമായി, ആയുസ് അങ്ങോട്ട് നീർക്കിറ്റ് കിട്ടാൻ നല്ല ഒരു അടിത്തറയാണ്. ഹൈ ലെവൽ ഓക്സിജൻ നമുക്ക് ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ ചെറുപ്പക്കാര് അവരുടെ വിവാഹപ്രായത്തിനോടനുബന്ധിച്ചുണ്ടാകുന്ന ആ ഒരു നെക്സ്റ്റ് ജനറേഷൻ ബിൽഡിങ്ങിന്റെ ഭാഗമായി നടക്കുമ്പോൾ ആ പ്രഗ്നൻസി കാലഘട്ടത്തിൽ അവർക്കുണ്ടാകുന്ന അയൺ ഡെഫിഷ്യൻസി, കാൽസ്യം ഡെഫിഷ്യൻസി, അതിനൊക്കെ പിന്നെ പോയി മരുന്ന് കഴിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെ വേ ഓഫ് ലൈഫ് സ്റ്റൈൽ ആക്കി മാറ്റിയാൽ
പാർട്ട് ഓഫ് ദ ലൈഫ് ആക്കി മാറ്റിയാൽ ആ പ്രകൃതി കടന്നു പോകുന്ന പോക്ക് കണ്ടോ, നമുക്കിന്റെ ഒരു കുറവും സംഭവിക്കില്ല. നമുക്ക് എല്ലാ രീതിയിലും ഒരു മെച്ചപ്പെട്ട ജീവിത ആരോഗ്യ അനുഭവങ്ങൾ നമുക്ക് കിട്ടും. അപ്പൊ ഓക്സിജന്റെ കുറവ് പരിഹരിക്കപ്പെട്ടു. ഇനി എന്തൊക്കെയാണ് ഇതിൽ നിന്നുള്ള രോഗം വിമുക്തമാകുന്നതും വന്നതും വരാനിരിക്കുന്നതുമായിട്ടുള്ളത്? അനീമിയ. ഇത്രയും ഇൻഗ്രീഡിയന്റ് ഉള്ളത് കൊണ്ട് ഒരാൾക്ക് വിളർച്ച അല്ലെങ്കിൽ പോഷകാഹാര കുറവിലൂടെ ഉണ്ടാകുന്ന അനീമിയ ഉണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാവില്ല. ഗൈനക്കോളജി ഡിസോർഡർ ഉണ്ടാകുമോ? പ്രസവാനന്തരമായിട്ടുണ്ടാകുന്ന ധാരാളം പ്രശ്നങ്ങളുടെ സങ്കീർണത, അത് സംഭവിക്കില്ല. സോറിയാസിസ്, ത്വക്ക് സംബന്ധമായി സോറിയാസിസ് എന്ന് പറഞ്ഞ രോഗം അതും ഉണ്ടാവില്ല. വെയിറ്റ് ഗെയിൻ, കുട്ടിക്ക് തൂക്കയില്ല, 1 കിലോ ഉള്ളൂ, 1.5 കിലോ ഉള്ളു, അത് സംഭവിക്കില്ല. അതുകൂടാതെ എത്രയോ പേര് മെലിഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്, ഒന്ന് വണ്ണം വെച്ചാൽ കൊള്ളാന്നുണ്ട്, അവർക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ കൗമാരപ്രായ പെൺകുട്ടികൾക്കുള്ള ഒരു മഹാരോഗമാണ് PCOD. സൃഷ്ടി പ്രശ്നങ്ങൾ. എന്താണ് അതിന്റെ കാരണം? ഹോർമോൺ എൻസൈംസ് ഇൻബാലൻസിങ് ആണ്. അവരുടെ ശരീരത്തിന് ആവശ്യമായിട്ടൊന്നും കിട്ടണില്ല. ആകെ കിട്ടുന്നത് താനോണം തൊണ്ടയുടെ താക്കോലാണ് കോഴിയുടെ കാല്, അതിട്ട് തിരിച്ചാലേ വയതുറോളൂ. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോ നിങ്ങൾക്ക് ചിലപ്പോ ഒരു ഈർഷ്യൊക്കെ ഉണ്ടാവും. തൽക്കാലം അതെന്ത് ചെയ്യാ, അതുകൊണ്ട് എടുക്കാമെങ്കിൽ എടുക്കാം, അല്ലെ വിട്ടുകളഞ്ഞിരും. പല വീടുകളിലും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും നിങ്ങൾ കഴിച്ചോ, നോ പ്രോബ്ലം. അതോടൊപ്പം എന്ത് ചെയ്യണം, ഇതും കൂടെ ഒക്കെ ഉപയോഗിക്കുക. അപ്പൊ അതിന്റെ ആ മൈനസ് പോയിന്റ് നമുക്ക് ഇതിന്റെ പ്ലസ് പോയിന്റ് ആക്കി മാറ്റാം. ഡെന്റൽ പ്രോബ്ലം, കാൽസ്യം ധാരാളം ഉണ്ട് ഇതിനകത്ത്, വലിയ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാം. ഹൈപ്പോതൈറോയിഡ്, യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ. IMCയുടെ പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മള് ഡിസീസ് ആൻഡ് ഡോസ് ആ ഒരു ചാർട്ടിനകത്ത് ഈ പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാകും. അവിടെയും നമുക്കിത് പ്രയോജനപ്രദമാകും. കിഡ്നി സ്റ്റോൺകാർക്ക് നല്ലതാണത്. മറ്റൊരു മഹാരോഗമുണ്ട്, ഗോൾഡ് സ്റ്റോൺ. മിക്കവാറും സ്ത്രീകളെയാണ് അത് കയറി പിടിക്കുന്നത്. എന്താണ് അതിന്റെ കാരണം കൊണ്ട് ഞാൻ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞത്, പിത്തസഞ്ചിയിൽ കല്ല്, ലക്ഷക്കണക്കിന് രൂപ കൊടുക്കണം ആ ട്രീറ്റ്മെന്റിന്. പണ്ട് കാലത്തൊന്നും ഇത് ഇല്ലായിരുന്നു, ഇടക്കാലം കൊണ്ട് വന്നതാണിത്. യഥാർത്ഥത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ജീവിതശൈലി മാറിയപ്പോൾ ഉണ്ടായ കുറെ രോഗങ്ങളാണിത്. ജീവിതശൈലി രോഗങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ പിത്തസഞ്ചിയിലെ കല്ലൊക്കെ വരാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഇതൊക്കെ വരുമെന്നുള്ളത് ഉറപ്പാണിത്. കാരണം എന്താണെന്നറിയാ, ഇല്ലേലും വരുത്തുന്നത്. അതിനുവേണ്ടി കുറെ ആൾക്കാർ തയ്യാറായിട്ട് ഇരിപ്പുണ്ട്. ഇതൊക്കെ മുമ്പിൽ ചെന്ന് പെടാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. ടോട്ടലി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, അല്ല, വെരിക്കോസ് വെയിൻ, അതിനുണ്ട് വീറ്റ് ഗോൾഡ് ടാബ്ലറ്റ്. ടോട്ടലി ഹാർംഫുൾ ഇഫക്റ്റ് ഓഫ് ഫ്രീ റാഡിക്കൽ, നമ്മുടെ ശരീരത്തിൽ സംഭവിക്കാവുന്ന ഫ്രീ റാഡിക്കലിനെ പ്രൊട്ടക്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ വീറ്റ് ഗോൾഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറ്റുക. എല്ലാ ദിവസവും കഴിക്കാൻ പറ്റിയില്ലെങ്കിലും മാറി മാറിയെങ്കിലും ഒന്നിനാടുമെങ്കിലും ഓരോന്ന് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലാനായിട്ട് നമ്മളൊരു പദ്ധതി തയ്യാറാക്കിയാൽ, ഞാൻ പറഞ്ഞ മറ്റു പദ്ധതി ഒന്നും ചെയ്യാൻ നിങ്ങൾ തയ്യാറാക്കണ്ട, നിങ്ങൾ IMC ചെയ്താൽ മതി. അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് നിങ്ങൾക്ക് മേടിക്കാം ആവശ്യത്തിന്. അപ്പൊ നമ്മുടെ കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് റൺ ആയിക്കോളൂ. ഇനി കഴിക്കേണ്ട രീതി, എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റും കഴിക്കണമെന്നല്ല എന്റെ അർത്ഥം. ഗോമൂത്രം ഹിമാലയൻ ബെറിയുടെ ഇടയ്ക്ക് കഴിക്കണമെന്നല്ല. ആഹാരം കഴിക്കുന്നതിന് അരമണിക്കൂറിന് മുമ്പ് ഒരു മുഖത്ത് കഴിക്കുക, ഒരെണ്ണം. അരമണിക്കൂർ കഴിഞ്ഞിട്ടേ ഭക്ഷണമോ വെള്ളമോ എന്തെങ്കിലും കഴിക്കാൻ പാടുള്ളൂ. അപ്പോഴാണ് ഇതിന്റെ പ്രവർത്തനം നടക്കുന്നത്. ഈ ടാബ്ലറ്റ് ചെന്നിട്ട് ഇതൊന്ന് ദഹിക്കണം, ഒന്ന് മെൽറ്റ് ആവണം, എന്നിട്ട് വേണം നമ്മളെ എന്തെങ്കിലും കഴിക്കാൻ. ഇനി അടുത്തതാണ്, ആരോഗ്യമുള്ളവർക്ക് ഒരു പ്രശ്നവും ഇല്ല. ഇപ്പൊ ഞാൻ പറയാം, എനിക്ക് നല്ല ആരോഗ്യമാണ്, എനിക്കിത് 1 2 ഒക്കെ കഴിക്കാം.
പക്ഷെ ആരോഗ്യ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരെന്ത് ചെയ്യണം? 2 മുതൽ 16 എണ്ണം വരെ കഴിക്കാം എന്ന് പറഞ്ഞ ആദ്യം തന്നെ കയറി 16 എണ്ണം കഴിക്കരുത്. 2 3 ഒക്കെ കഴിക്കാം. നിങ്ങൾ ഒരു നേരം കഴിച്ചാൽ മതി. വീറ്റ് ഗോൾഡ് എന്താണ് ഇതിന്റെ പ്രവർത്തനം? വൺ വേർഡ് ആൻസർ എന്താണ്? നിങ്ങൾ 10 മിനിറ്റ് ആയിട്ട് കേട്ടോണ്ടിരിക്കുന്നു. വീറ്റ് ഗോൾഡ്, വീറ്റ് ഗ്രാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രീൻ ബ്ലഡ്, ക്ലോറോഫിൽ ആണത്. ബ്ലഡിനകത്ത് ഓക്സിജൻ കൂടി, ബ്ലഡിനകത്ത് ഓക്സിജൻ കൂടി കെട്ടിക്കഴിഞ്ഞു. അതിനല്ലേ നമ്മളിങ്ങനെ വലിച്ചോണ്ടിരിക്കുന്നത്. വലിച്ചോണ്ടിരിക്കുമ്പോ ആ വലിച്ചോണ്ടിരിക്കുന്നതിന്റെ അകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ മാറിയിട്ട് വളരെ കുറച്ച് ഇത് കിട്ടുള്ളൂ. നമ്മുടെ ലങ്സിന്റെ കപ്പാസിറ്റി. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ പറയാം. ഇന്ന് നമ്മുടെ പ്രോഗ്രാമിൽ കയറിയിരിക്കുന്ന 156, ഞാനൊന്ന് കൈയടിച്ചോട്ടെ പ്രിയപ്പെട്ടവരെ, 156 പേരെ കുറിച്ച് ഞാൻ ഒരു വാക്ക് പറയാം. നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ ഓക്സിജന്റെ വെറും 30% മാത്രമേ നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്നുള്ളൂ. കാരണം നിങ്ങളുടെ ലങ്സ് ഒക്കെ ചുരുങ്ങിക്കിടക്കണം. കാരണം എന്താണ്? നിങ്ങൾ പ്രാണായാമം ചെയ്യുന്നില്ല, യോഗ ചെയ്യുന്നില്ല, എക്സർസൈസ് ചെയ്യുന്നില്ല. ലങ്സിന്റെ കപ്പാസിറ്റി നിങ്ങൾ ഈ ക്ലാസ് കഴിയുമ്പോൾ എവിടെയെങ്കിലും ഇരുന്നു 1 മിനിറ്റ് ഒന്ന് ശ്രദ്ധിക്കൂ. ചൂണ്ടയിടുമ്പോ ഈ പൂഞ്ഞൻ എന്ന് പറഞ്ഞ പോലെ കുഞ്ഞു കുഞ്ഞു മീൻ പിടിക്കൂലേ, അതേപോലെ കുഞ്ഞു കുഞ്ഞു ശ്വാസം അല്ലേ? നിങ്ങൾ നോക്കിയോ, കുഞ്ഞു കുഞ്ഞു ശ്വാസം. എന്നാൽ നിങ്ങളുടെ വീട്ടിൽ നവജാത ശിശുക്കളുണ്ട്. ആ കുഞ്ഞുങ്ങൾ നോക്കൂ, എന്തൊരു ലോങ് ബ്രെത്ത് ആൻഡ് ഔട്ട്, ദീർഘമായ ശ്വാസമാണ്. അകത്തോട്ടും പുറത്തോട്ടും പോകുന്ന കാലത്തിലൂടെ നമുക്ക് കിട്ടിയ സമ്മാനമാണ്. വൺ വേർഡ് ആൻസറിൽ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ലഭിക്കുന്നില്ല. കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ കണ്ടു ഒരുപാട് പേർക്ക് ഓക്സിജന്റെ പ്രശ്നം. നിങ്ങൾ IMCയുടെ ഡിസീസ് ആൻഡ് ഡോസ് ആ ചാർട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഓക്സിജന്റെ പ്രോബ്ലം ഉള്ള അതിനകത്ത് കൊടുത്തിരിക്കുന്ന ആദ്യത്തെ പ്രോഡക്റ്റ് ഏതാണ്? വീറ്റ് ഗോൾഡ്. നിങ്ങളൊക്കെ കഴിച്ച് പകുതിയായി, ഒരു പ്രശ്നമില്ല. ദിവസവും യോഗ പ്രാണായാമം ചെയ്യുന്ന ആളാണ് എങ്കിൽ പോലും നമ്മളിത് കഴിക്കണത് എന്തിനാണ്? വിനോദ് സാർ പറഞ്ഞ പോലെ 130ന്റെ നിലവിലേക്ക് എത്തണം. കുറെ അധികം ആൾക്കാരെ രക്ഷപ്പെടുത്തണം. ആരോഗ്യപരമായിട്ടും സാമ്പത്തികമായിട്ടും അവരുടെ വ്യക്തിത്വ വികസനപരമായിട്ടും അവരുടെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് പരിഹരിക്കാനായിട്ടും അവരുടെ ലോഞ്ച് വെച്ച് കൂട്ടാനും വേണ്ടി അവസാന ശ്വാസം വരെ പ്രവർത്തിക്കണം. 40 കൊല്ലം ഞാൻ പ്രവർത്തിച്ചു കഴിഞ്ഞു. ഇപ്പോ അത് വേറൊരു മേഖലയിലായിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. 2 മേഖലയിലായിപ്പോയി. പക്ഷേ ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുകയാണ് ഇനി IMC മേഖലയായിരിക്കും. ഓ, ഗ്രീൻ ബ്ലഡ്, ഗ്രീൻ പെട്ടെന്ന് പച്ച ബ്ലഡ് ഒന്നും ഒരിക്കലും ആരും ചിന്തിക്കരുത്. അതിനകത്ത് ക്ലോറോഫിൽ അടങ്ങിയിട്ടുള്ള ആ ഗോതമ്പിന്റെ ആ കുരുന്ന്, അത് ഓക്സിജന്റെ രൂപത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നു. അത് ലഭിക്കണമെങ്കിൽ പറഞ്ഞ പോലെ കഴിക്കണം. കഴിച്ചാൽ 1/2 മണിക്കൂർ കഴിയാതെ വെള്ളം ആഹാരം കഴിക്കരുത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഒരു ദിവസം ഭയങ്കര തിരക്കായി പോയി, നിങ്ങൾ ദയവ് ചെയ്ത് കഴിക്കരുത്. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കാവുള്ളൂ. കഴിക്കണ്ട, നിങ്ങൾ ആ പ്രോഡക്റ്റ് കഴിക്കണ്ട. നിങ്ങളുടെ ആ തിരക്കിന്റെ ഇപ്പൊ ട്രെയിൻ വരാൻ പോണു, 1/2 മണിക്കൂർ സമയത്തിനുള്ളിൽ വേഗം സ്റ്റേഷനിൽ എത്തണം. ഈ സമയത്ത് ഇതൊന്നും കഴിക്കരുത്. അല്ലെങ്കിൽ ട്രെയിനകത്ത് കയറി ഇരുന്നിട്ട് കഴിച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ വെള്ളം എന്തെങ്കിലും കഴിച്ചോ, അപ്പോഴാണ് ഇതിന്റെ ഗുണം കിട്ടുന്നത്. എത്ര രൂപയാണെന്ന് അറിയാമോ ഇതിന്റെ വില? കേവലം 9 രൂപ. നിസ്സാരമാണെന്ന് വെച്ച് തള്ളിക്കളയരുത്. തള്ളിക്കളഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോണ എന്താണ്? ഒരു മഹത്തായ ജീവിതം, ആരോഗ്യകരമായ ജീവിതം. എന്തോരം കാര്യങ്ങൾ നമ്മളിനി കാണാനിരിക്കുന്നു, അനുഭവിക്കാണ്ടിരിക്കുന്നു. നമ്മുടെ രാജ്യം പുരോഗതിയുടെ അത്യുന്നതങ്ങളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു, ലോകരാജ്യത്തിനെ പിന്തള്ളിക്കൊണ്ട്. അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറഞ്ഞത്, സാധാരണഗതിയിലുള്ളവർക്ക് 1 2 ഒക്കെ കഴിക്കാം. രോഗങ്ങളുള്ളവർക്ക് 2 മുതൽ മാക്സിമം 16 എണ്ണം വരെ കഴിക്കാം എന്ന് വിചാരിച്ച് 2 3 ഒക്കെ കഴിക്കുക. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കഴിക്കാം. അത്രത്തോളം നിങ്ങളിൽ ആ ഓക്സിജന്റെ പെർസെന്റേജ് കൂടും. ഓക്കെ, അടുത്ത പ്രോഡക്റ്റ് ആണ് ഫ്രഷ് മോർണിംഗ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, എല്ലാം ഇഷ്ടപ്പെട്ടതാണ്. ഇതൊക്കെ വന്ന അന്ന് തന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയതാണ് ഫ്രഷ് മോർണിംഗ്. എന്നല്ലോ, ഇതാണ് ഫ്രഷ് മോർണിംഗ്. 10 മിനിറ്റേ ഉള്ളൂ. 10 പ്രോഡക്റ്റ് പറയണമെന്നുണ്ടായിരുന്നു. എന്റെ ജീവിതത്തിൽ
66 വയസ്സിന്റെ ഇടയ്ക്ക് ഇന്ന് വരെ ഞാൻ ഒരു കാര്യം ഇൻകംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടില്ല. തൊട്ടാൽ അത് കംപ്ലീറ്റ് ആവും. അത് കാരണം അത് അങ്ങനെയാണ് പഠിച്ചു പോകുന്നത്. IMC-യിൽ വന്നിട്ട് അതൊരു ഇൻകംപ്ലീറ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റണില്ല. അതിന്റെ എന്താണെന്നറിയില്ല, എനിക്ക് അതിലേക്ക് ലയിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ 10 പ്രൊഡക്റ്റ് വെൽ സ്റ്റഡീഡ് ആണ്. അതിൽ എത്താവുന്നത്ര വരെ എത്തട്ടെ. അടുത്ത ബുധനാഴ്ച അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള പ്രൊഡക്റ്റ് കാര്യമായിട്ട് പറയും. ഇന്ന് പറഞ്ഞത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകും. അപ്പൊ അടുത്ത ബുധനാഴ്ച കൊണ്ട് നമുക്ക് ഈ 10 പ്രൊഡക്റ്റ് ഫുൾ ആക്കാൻ സാധിക്കും. കാരണം ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ പറയാതെ പോകും. ഇപ്പൊ തന്നെ ഞാൻ ഒരുപാട് കൺട്രോൾ ചെയ്തിട്ട് ചുരുക്കിയാണ് ഇത് പറയുന്നത്. ഇതിന് ചുരുക്കാൻ എനിക്ക് അറിയില്ല. അടുത്തത് ഫ്രഷ് മോർണിംഗ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സോയിലബിൾ ഫൈബർ എന്നാണ് ഇതിന്റെ അർത്ഥം. ഫ്രഷ് മോർണിംഗ് അതായത് ഭക്ഷണത്തിൽ ഇന്ന് സോയിലബിൾ ഫൈബർ ഒന്നും കിട്ടാറില്ല. ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? വൺ വേർഡ് ആൻസറിൽ പറഞ്ഞാൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രംസ്, അതുവഴി ഉണ്ടാകുന്ന കോൺസ്റ്റിപ്പേഷൻ. ഇത് കുടലുമായിട്ട് ബന്ധമില്ല കേട്ടോ. അറ്റത്ത് വരുന്ന ബൗലുണ്ടല്ലോ, അതിന്റെ ആ വാൽവ് ഇങ്ങനെ തുറക്കാനോ അടയ്ക്കാനോ ഉള്ള നൈസർഗികമായ ആ ഗുണശേഷി നഷ്ടപ്പെട്ടു പോയി. എന്തായിരിക്കും കാരണം? ആവശ്യമില്ലാത്തത് പലതും ചെന്നിട്ടുണ്ട് ശരീരത്തിൽ. അതിന്റെ റിസൾട്ടാണത്. ഇറിറ്റബിൾ. നമുക്ക് രാവിലെ എണീറ്റ് വൈകിട്ട് പോകണം, സംഭവം ഓക്കെ, പക്ഷെ അത് അങ്ങോട്ട് ആ ടെംപ്റ്റേഷൻ തോന്നണില്ല. പക്ഷെ കുറച്ചു നാളിന് മുമ്പ് അതുണ്ടായില്ലേ? ആ ടെൻഷനും ഉണ്ടായിരുന്നു. കൃത്യസമയത്ത് തോന്നും പോകും, പക്ഷെ ഇപ്പൊ തോന്നലില്ല. പിന്നെ എന്ത് ചെയ്യും നമ്മള്? കുറച്ചു നേരം അവിടെയൊക്കെ നടന്നിട്ട് പോയിരുന്ന് കുറച്ചു നേരം കഴിയുമ്പോൾ ഈ സാധനം പോകും. ദാറ്റ് ഈസ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രം. അത് പരിഹരിക്കാനായിട്ടാണ് എന്ത്? ഫ്രഷ് മോർണിംഗ്. ഇതിന്റെ ഇൻഗ്രീഡിയന്റ് പറയാം. ത്രിബല. എന്താണ് ഈ ത്രിബല? നെല്ലിക്ക, കടുക്ക, താന്നിക്ക. നെല്ലിക്ക, കടുക്ക, താന്നിക്ക. അടുത്തതോ അഡാർക്ക് എന്ന് പറയും. അഡാർക്കിന്റെ മലയാളം എന്താണ്? ഇത് ഹിന്ദി. നല്ല രസമാണ് ഈ പ്രൊഡക്റ്റിന്റെ പേരൊക്കെ. പഞ്ചാബിയുടെ പേരുണ്ട് ഇതിനകത്ത്, പഞ്ചാബിലുള്ള ഭാഷയുണ്ട് ഇതിനകത്ത്, ഹിന്ദിയിലുണ്ട്, മറാഠി, ഇങ്ങനെ പല അർത്ഥങ്ങളാണ് ഇതിനകത്തുള്ളത്. അഡാർക്ക് എന്ന് പറഞ്ഞാൽ ഇഞ്ചി. പിന്നെ അടുത്തത് ഇസ്ബഗോൾ. ഇസ്ബഗോൾ എന്ന് പറഞ്ഞാൽ ഒരു വൃക്ഷത്തിൽ നിന്നുണ്ടാകുന്ന അതിന്റെ തൊലിയും അതിന്റെ എന്താ പറയുക കായ പൊടിച്ചിട്ടുള്ളതിന്റെ പേര് ഇസ്പഗ ഹക്സ് എന്ന് പറയും. തൊലി, ആ തൊലിയാണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത്, ഇസ്പഗോൾ. പിന്നെ അടുത്ത് എന്താണ്? കാലിമിർച്ച്. കാലിമിർച്ച് അറിയാലോ, എന്താണ്? കുരുമുളകല്ലേ കാലിമിർച്ച്. കുരുമുളക്. ഇത്രയുമാണ് ഇതിന്റെ ഇൻഗ്രീഡിയന്റ്. ഈ ഇൻഗ്രീഡിയന്റ് നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിയുമ്പോൾ ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രംസിന്റെ ആ നേച്ചർ അത് പതിയെ റിലീസാകാൻ ആരംഭിക്കും. ഒരു ബോട്ടിലിൽ ചെന്നാ മതി, പകുതി ആവുമ്പോ തന്നെ തുടങ്ങും. വേണ്ട, ഇന്ന് കഴിച്ചാൽ നാളെ തന്നെ അതിന്റെ റിസൾട്ട്. എക്സ്പീരിയൻസ് ഈസ് മാസ്റ്റർ. നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ പണ്ട് കാലത്ത്. എന്താണ് മലയാളത്തിൽ പറഞ്ഞാൽ? അനുഭവമാണ് ഗുരു. ഇത് ഞാൻ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണത്. രാത്രിയിൽ ഒരെണ്ണം കഴിക്കും, രാവിലെ എണീക്കും, നമ്മൾ പോലും അറിയാതെ കാര്യങ്ങളൊക്കെ സാധിക്കും. നമുക്ക് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ട ആവശ്യമില്ല. പ്രായാധിക്യത്തിൽ എല്ലാവർക്കും ഉണ്ടാകാൻ നമ്മളെ കാത്തിരിക്കുന്ന കുറെ വേദനകളും വിഷമങ്ങളും കഷ്ടപ്പാടും ദുഃഖവും ദുരിതമൊക്കെ ഇരിപ്പുണ്ട്. അതിനെ കാണാനുള്ള ഒരു ഉൾക്കാഴ്ച നമുക്കുണ്ടെങ്കിൽ ആ രോഗം വരുന്നതിന് മുമ്പേ നമ്മൾ പതിയെ അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ആരംഭിക്കുക. നിങ്ങൾ എവിടെയെങ്കിലും യാത്രയ്ക്ക് പോയി, നിങ്ങൾ കെട്ടിച്ചോന്നോണ്ടൊന്നും പോകണമെന്നില്ല. 2 ദിവസമൊക്കെ ഒന്ന് കഴിക്കാതിരുന്ന വെച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇനി ഇതിന്റെ ബെനിഫിറ്റ് പറയാം. ആ IBS ഡിസോർഡർ മൂലം ഉണ്ടാകുന്ന കോൺസ്റ്റിപ്പേഷന് ഗുഡ് ബൈ. അതോടൊപ്പം ശരിയായ ദഹനം നടക്കും. നേരത്തെ ദഹനം നടക്കാതിരുന്നത് കൊണ്ടാണ് ഈ IBS ഉണ്ടായത്. IBS എന്ന് പറഞ്ഞാൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രം. ആ വാല് തുറയണില്ല, അതിനാവശ്യമായ സാധനമൊന്നും അങ്ങോട്ട് ചെല്ലണില്ല. അപ്പൊ ഇവിടെ ശരിയായ ദഹനം നടക്കുന്നുണ്ട്. അപ്പൊ ആ ന്യൂട്രിയന്റ് ലഭിക്കും. ആ ന്യൂട്രിയന്റ് ആണ് അവിടെ ചെന്നിട്ട് അതിന്റെ ആ IBS മാറ്റിക്കൊടുക്കുന്നത്. ബവൽ മൂവ്മെന്റിനെ എന്താക്കും? അതിനെ റെഗുലേറ്റ് ചെയ്യും. അതുവഴി നമുക്ക് കിട്ടുന്ന
പിന്നെ അടുത്തതോ അബ്ഡോമിനൽ ബ്ലോട്ടിങ്. ചില ആൾക്കാരെ കണ്ടിട്ടുണ്ടോ, മൃദംഗം പോലെ ഇരിക്കും വയർ, ഇങ്ങനെ തള്ളി കല്ല് തൊട്ടാലും ഉള്ളിലോട്ട് പോകില്ല, വെറുതെ കല്ല് പോലെ ഇരിക്കും. ദാറ്റ് ഈസ് ബ്ലോട്ടിങ്. എന്താ കാര്യം? ഈ ഡൈജഷൻ നടക്കണില്ല. അതിന്റെ ഉള്ളിലുള്ള കംപ്ലീറ്റ് ആ ഇൻഡസ്ട്രിയൽ സ്മാളും ലാർജൊക്കെ ഇങ്ങനെ എന്താ പറഞ്ഞത്, അത് ഏതോ ഒരു അപരിചിതത്വ സ്വഭാവം ഉള്ളതായി മാറി. അതിൽ നിന്ന് സംഭവിച്ചതാണ്. അവിടെ ഒരു വീക്ക്നെസ് ഉണ്ടാകും, അതൊക്കെ വീർക്കും. അങ്ങനെയാണ് ആ ബ്ലോട്ടിങ് സംഭവിക്കുന്നത്. നിങ്ങൾ അതിനെ പ്രതിവിധിയായി നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഇതുവഴി എന്താ നമുക്ക് ലഭിക്കുന്നത്? ഒറ്റ വാക്കി പറഞ്ഞാൽ ബവൽ വെൽനസ്. വീണ്ടും ഒറ്റ വാക്കി പറയുന്നു, തൃപ്തി. എന്റെ ജീവിതമൊക്കെ ഭയങ്കര സ്ട്രെസ് ആയിരുന്നു. ലക്ഷക്കണക്കിന് രൂപ, 50-60 ലക്ഷം രൂപയുടെ മെഷീനറിയൊക്കെയാണ്. അഴിച്ചിട്ടിട്ട് വന്നാൽ ഉറക്കമുണ്ടാവില്ല. അത് എങ്ങനെയെങ്കിലും എക്സിക്യൂട്ട് ചെയ്യണം. മിക്കവാറും ദിവസങ്ങളിലൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ ടെൻഷനൊക്കെ വന്നു കഴിഞ്ഞാൽ വയറ്റിൽ നിന്നൊന്നും പോകില്ല. ഒരു ദിവസം പ്രിയപ്പെട്ടവർ എന്റെ വയറ്റിൽ നിന്ന് പോയില്ലെങ്കിൽ ഞാൻ അന്നും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ലേ. എനിക്ക് ആകെ ഒരു ഇൻകംപ്ലീറ്റ് ആണ്. അത് വയറ്റിൽ നിന്ന് പോകാതെ എന്റെ മനസ്സിന് തൃപ്തി വരില്ല, മുഖത്ത് ചിരി വരില്ല, സന്തോഷം വരില്ല, ഒന്നും വരില്ല. നിങ്ങൾക്ക് മിക്കവാറും ഒക്കെ അങ്ങനെ ആയിരിക്കും എന്നാണ് എന്റെ ധാരണ. ആ പ്രശ്നത്തിന് പരിഹാരമായി എന്താണ് ഫ്രഷ് മോർണിംഗ്. കുറെ കാലം നമ്മൾ ആഗ്രഹിച്ചിരുന്നു. ഇപ്പൊ ഈശ്വരന്റെ അനുഗ്രഹം വന്ന് നമുക്ക് അത് കിട്ടിയിട്ടുണ്ട്. നിസ്സാര കാശും ചെയ്യും. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. അപ്പൊ എന്താണ്? തൃപ്തി കിട്ടും, സന്തോഷം കിട്ടുന്നു ദിവസവും. തന്നെയല്ല, അതുകൊണ്ടുള്ള ഗുണം എന്താ ഉള്ളത്? ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ആ വൈറ്റമിൻസ് മിനറൽസിന്റെ അബ്സോർപ്ഷൻ ലഭിക്കുന്നു, ആരോഗ്യം ലഭിക്കുന്നു. പിന്നെയോ അടുത്തത്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉള്ള ചില പ്രത്യേകത മിക്കവാറും ഈ പ്രൊഡക്റ്റോട് കൂടി തീരും കേട്ടോ. ഒരു പ്രത്യേകതയുണ്ട്. സ്ത്രീകൾക്ക് പൊതുവെ ദഹനത്തിന് താമസമാണ്, പുരുഷന്മാർക്ക് ദഹനത്തിന് സ്പീഡാണ്. എന്താണ് അതിന്റെ സയൻസ്? പുരുഷന്മാരുടെ സ്റ്റൊമക്കിനകത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ പെപ്സിന്റെ ഒക്കെ ഉൽപാദനക്ഷമത കൂടുതലാണ്. അവർ കുറച്ചും കൂടെ കായികമാണ് അവർ. ഇത് കുറവും കൂടുതലും എന്ന് പറഞ്ഞാൽ അവരെ താഴ്ത്തിയും പൊക്കെയും പറയില്ല, ബേസിക് നേച്ചർ പറയുള്ളൂ. പിന്നെ ഇവരുടെ ഭക്ഷണ രീതി മിക്കവാറും രാത്രികളിൽ എല്ലാവരും കഴിച്ചിട്ട് ബാക്കിയായിരിക്കും ഇവർ കഴിക്കുന്നത്. കളയണ്ടല്ല എന്ന് വിചാരിച്ചിട്ട് അതും കൂടെ ഒക്കെ കഴിച്ചേക്കാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ചിലപ്പോൾ കഴിക്കുമായിരിക്കും, ചിലപ്പോൾ കഴിക്കില്ലായിരിക്കും. ടോട്ടലി ഇവർക്ക് ദഹനത്തിന് ഇത്തിരി കുറവായിരിക്കും. അതുകൊണ്ടും ആ പ്രസവവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം കൊണ്ടിട്ടാണ് ഇവർക്ക് ബ്ലോട്ടിങ് ഇത്തിരി കൂടുതലായിരിക്കും. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? ഇത് സ്ത്രീകളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് എടുക്കുക. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പ്രൊഡക്റ്റ് പറഞ്ഞിരുന്നു. ഏതായിരുന്നു അത്? സ്പൈറലിനെ പറഞ്ഞു. ആ സ്പൈറലിനയുടെ സെക്കൻഡ് നിങ്ങളുടെ ഫ്രണ്ടാണ് ഫ്രഷ് മോർണിംഗ്. നിങ്ങൾ ഇത് കഴിച്ച് ശീലിക്കണം. നിങ്ങളുടെ സൗന്ദര്യത്തിനൊക്കെ തിരിച്ചു കൊണ്ടിടാം. ആ ചാടിക്കിടക്കുന്ന വയറ് ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ? അതിനൊക്കെ ഉള്ളിലോട്ട് വലിച്ചെടുക്കാമോ? നല്ല 6 പാക്കിലേക്ക് കൊണ്ടുവരാമോ? ആ ബ്ലോട്ടിങ് മാറ്റിയെടുക്കാമോ? മറ്റൊരു ഗുണം കൂടിയുണ്ട്. ഈ ഫ്രഷ് മോർണിംഗ് നമ്മൾ ഉപയോഗിച്ചാൽ നമ്മുടെ ഡൈജഷനെ സ്ലോ ചെയ്യും. എന്താ കാരണം? സോയിലുകൾ ഫൈബർ ഉണ്ട് ഇതിനകത്ത്. ഫൈബർ ഉള്ളതുകൊണ്ട് ദഹനത്തിൽ താമസിപ്പിച്ചാൽ എന്തെല്ലാമാണ് ഗുണം? ആ ബ്ലഡിലേക്കുള്ള ഷുഗറിന്റെ കയറ്റം അവിടെ കുറച്ചു. അതുവഴി ഡയബറ്റിക്കിനെ കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാം. തന്നെയുമല്ല, നിങ്ങളെല്ലാവരും അതീവ ശ്രദ്ധയോടുകൂടിയാണ് ഈ പ്രോഗ്രാമിൽ ഉണ്ടെങ്കിൽ ശ്രദ്ധാവാൻ ലഭ്യത ജ്ഞാനവും. ശ്രദ്ധയാണ് നമ്മളെ ജ്ഞാനത്തിലേക്ക് നയിക്കുന്നത്. അപ്പോ ആ ഡൈജഷൻ പ്രോസസ്സ് സ്ലോ ആക്കിയാൽ എന്താ ഗുണം കിട്ടുന്നത്? അബ്സോർപ്ഷൻ റേറ്റിംഗ് കൂടും. അങ്ങോട്ട് ചെല്ലലും പുറത്തോട്ടും പോയാലോ അബ്സോർപ്ഷൻ റേറ്റിംഗ് കുറഞ്ഞു പോകും. അപ്പൊ 2 ഗുണമാണ്, ഒറ്റ വെടിക്ക് 2 പക്ഷി. അബ്സോർപ്ഷൻ റേറ്റിംഗ് കൂടും ദഹനം സ്ലോ ആയാൽ. രണ്ടാമത്തത്, ദഹനം സ്ലോ ആയാൽ ആ ബ്ലഡിൽ നിന്ന് ബ്ലഡിലേക്കുള്ള ഷുഗറിന്റെ ആ ട്രാൻസ്ഫോർമേഷൻ കുറയും. അതുവഴി നമുക്ക് ആ ഡയബറ്റിക്കിനെ കൺട്രോൾ ചെയ്യാം. ഇതിന് ആരാണ് നമ്മളെ സഹായിക്കുന്നത്? ഇസ്ബഗോൾ, ആ സോയിലബിൾ ഫൈബർ. ഇതുവഴി
നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി. തീർന്നില്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ടോക്സിൻ ഉണ്ടല്ലോ, ആ മലം, അത് എളുപ്പത്തിൽ എങ്ങനെ പോകും? ആരോഗ്യകരമായി, സൗന്ദര്യത്തോടെ, ഷേപ്പിലൂടെ അത് പറഞ്ഞോളൂ. എന്താ കാരണം? അവിടെ ആരുണ്ട്? സോയിലബിൾ ഫൈബർ. തീർന്നില്ല. ചെറുകുടലിലും വൻകുടലിലും ആരോഗ്യകരമായ ബാക്ടീരിയകളെ വളർത്താനുള്ള ഒരു സഹായം കൂടെ ചെയ്തു കൊടുക്കും. അടുത്ത പ്രൊഡക്റ്റ് പ്രോബയോട്ടിക് ആണ്. ഇതുമായിട്ട് ഇന്റർ കണക്റ്റഡ് ആണ്. എന്തെല്ലാം നേട്ടങ്ങളാണ് ഈ പ്രൊഡക്റ്റിലൂടെ. ഇത് പറയുമ്പോൾ എനിക്കുള്ള സന്തോഷം ഉണ്ടല്ലോ, അത് ഒരു പക്ഷേ നിങ്ങളിവിടെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ ആ ഒരു സന്തോഷത്തിന്റെ നിറവിലൂടെയാണ് സഞ്ചരിച്ച് നിങ്ങളെടുത്ത് ഞാനിത് പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടെ പറയാം, ദഹനം സ്ലോ ആക്കും, കൂട്ടിലുള്ള ന്യൂട്രിയന്റുകളെ മാക്സിമം അബ്സോർപ്ഷൻ നടക്കും. സ്ലോ ആകുമ്പോ ആ ഷുഗറിനെ ബ്ലഡിലേക്ക് കടത്തിവിടലിൽ കുറച്ച് കിട്ടും. ഡയബറ്റിക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കൊളസ്ട്രോൾ ലെവൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. പല ആരോഗ്യ പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് സാധിക്കും. ഉടലിലുള്ള ബാക്ടീരിയനെ, നല്ല ബാക്ടീരിയ വളരാനായിട്ട് അവിടെ അടിസ്ഥാനപരമായ അടിത്തറ ഉണ്ടാക്കി കൊടുക്കും. ആ മലം നല്ല മനോഹരമായിട്ടാകും. ചില ആൾക്കാരല്ല, ഭൂരിഭാഗം ആൾക്കാർ അങ്ങോട്ട് ചെല്ലുമ്പോ തന്നെ പഴക്കവും തന്നെ അങ്ങോട്ട് പോകുന്നു. അവര് രോഗികളാണ്. എഴുതി ഒപ്പിട്ട് തരാം, 100% അവർ രോഗികളാണ്. ചിലരുണ്ട് അവർ ചെന്നിരിക്കും, ഇത് പോകില്ല, അവരും രോഗികളാണ്. പിന്നെ ആരോഗ്യമുള്ളവരെങ്ങനെയാണ്? ആവശ്യത്തിന് മനസ്സിലായിട്ടൊക്കെ പോകും. അതിന് പറ്റുന്നതാണ് എന്ത് സാധനം? ഫ്രഷ് മോർണിംഗ്. രാവിലെ വൈകിട്ട് കിടക്കാൻ നേരത്ത് കഴിക്കുക. ഒരെണ്ണം കഴിച്ചാലും മതി. ഞാൻ ഇന്ന് കഴിച്ചത് എപ്പോഴാണെന്ന് അറിയുമോ? രാവിലെ നമ്മുടെ പ്രോട്ടീൻ പൗഡർ കഴിച്ചതിന് ശേഷമാണ് കഴിച്ചത്. കണ്ടിന്യൂസ് റിസർച്ച് ആണ് എല്ലാ പ്രോഡക്റ്റും. ചില ദിവസം രാത്രി കഴിക്കും. ഇനി ഒരു കാര്യം എടുത്തു പറയാൻ, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന 10 പ്രൊഡക്റ്റ് പിന്നെ ഡിസീസ് അതിന്റെ ഭാഗമായിട്ട് ഉള്ളത് ഇപ്പൊ പറയാനിരിക്കുന്നതും കഴിഞ്ഞ നമ്മുടെ ബേസ് ആയിട്ടുള്ള 10 പ്രൊഡക്റ്റ്. എന്ത് പ്രൊഡക്റ്റും കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ വയർ അപ്സെറ്റ് ആണെങ്കിൽ, സ്റ്റൊമക്ക് അപ്സെറ്റ് ആണ്, എരിച്ചില്, ഇപ്പോച്ചില്, അങ്ങനെ വിശപ്പില്ല, അങ്ങനെ ഇരിക്കുമ്പോൾ കഴിവതും നിങ്ങൾ സപ്ലിമെന്റ്, ന്യൂട്രിയന്റ് അല്ല നമ്മുടെ ഈ പ്രൊപ്രൈറ്ററി മെഡിസിൻ ഒരു സാധനവും കഴിക്കരുത്. കാരണം അത് ദഹിക്കണത്, അതൊന്ന് ശമനം കിട്ടിയതിന് ശേഷം കഴിക്കാവുള്ളൂ. ചിലർക്ക് ചിലത് കഴിച്ചു കഴിയുമ്പോൾ അസിഡിറ്റി വരും, എരിച്ചിൽ വരും. ഇപ്പൊ നിങ്ങൾ ആഹാരം കഴിച്ചു, ഇതൊന്ന് കഴിച്ചു, അത് ഇതിന്റെ അല്ല പ്രശ്നം. ചെന്ന ആഹാരം അളവിൽ കൂടുതലുണ്ട്. പിന്നെ ഒരുപക്ഷെ ആഹാരം കറക്റ്റാണ്, ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം വന്നാൽ എന്ത് ചെയ്യണം? ആ ആഹാരത്തിന് മുമ്പ് കഴിച്ചോ, നോ പ്രോബ്ലം. അപ്പൊ ഒരെണ്ണം രാവിലെയോ ഒരെണ്ണം വൈകിട്ടോ ഏകദേശം ഭക്ഷണത്തിന് ശേഷം കഴിച്ചേക്കുക. ഇത്രയും ഗുണങ്ങൾ അതിനകത്ത് കിട്ടും. ഇതിന്റെ ഒരെണ്ണത്തിന്റെ ഉപയോഗത്തിന് എന്ത് കോസ്റ്റേ വരുന്നുള്ള? വെറും 9 രൂപ. അപ്പൊ ഇത് ആരുടെ ഫ്രണ്ടാണെന്നാ പറഞ്ഞത്? ലേഡീസിന്റെ ഫ്രണ്ട്. അപ്പൊ ഞാൻ ഇന്നത്തെ നമ്മുടെ കൃത്യം 9 മണിയായിട്ടുണ്ട്. എന്റെ വാച്ചിലാണോ 9, കൂടുതലാണോ കുറച്ചാണോ എന്ന് അറിയില്ല. എനിക്ക് അടിവരായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, വിനോദ് സാറിന്റെ വാക്കാണത്. സ്ഥിതിവിവര കണക്കിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഒരു കോടതിയിൽ ഒരാൾക്കും എതിർക്കാൻ പറ്റൂല പുള്ളിനെ. അത്ര ഒരു സർവ്വവിജ്ഞാന കോശമാണ് നമ്മുടെ അപ്ലൈ, നമ്മുടെ ഗുരു, നമ്മുടെ വിനോദ് സാർ. അതായത് 2015 85,000 കോടി ടേൺ ഓവർ ഉള്ളതായിരുന്നു വെൽനസ് ഇൻഡസ്ട്രി എങ്കിൽ അത് 2000 ആയപ്പോ 1.5 ട്രില്യൺ കോടിയായി. ഇപ്പൊ ഇതിന്റെ വളർച്ചാ റേറ്റിംഗ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 2030 എത്തുമ്പോൾ 3 ട്രില്യൺ കോടിയിലേക്ക് എത്തുന്ന പ്രിയപ്പെട്ടവരെ. ഇതെന്താണ് ഈ സ്ഥിതി വിവര കണക്ക് സൂചിപ്പിക്കുന്നത്? ഈ വെൽനസ് ഇൻഡസ്ട്രി, ഈ പ്രൊഡക്റ്റുകള് ലോകമെമ്പാടും ജനങ്ങൾ ഇത് സ്വീകരിച്ചു, ഹൃദയത്തിലേക്ക് എടുത്തു. നമ്മളിത് അറിയാതെ പോകരുത്. അറിയാതെ പോയാൽ നമ്മുടെ ജീവിതത്തിനെ നമുക്ക് എന്താക്കാൻ പറ്റില്ല? ജീവന യോഗമാക്കാൻ പറ്റില്ല. നമുക്ക്
ഇങ്ങനെ പറയൂ, മനുഷ്യ ജീവജാലങ്ങൾക്ക് ജീവനമേകുന്ന ജീവ അമൃതമാണ് പ്രകൃതിയുടെ സയൻസ് ആണ്. നാട്ടിൽ വെള്ളമില്ല, ഒരു മാസമായിട്ട് വെള്ളം വരുന്നില്ല. ഒരു ദിവസം അറിഞ്ഞു വൈകുന്നേരം 5 മണിയായപ്പോ വെള്ളം വരുന്നു. എന്ത് ചെയ്യും നമ്മള്? ചിലര് കപ്പും സോസറുമായിട്ട് പോകും, ചിലര് ബക്കറ്റുമായിട്ട് പോകും, ചിലര് കുടവും കലം എല്ലാം ആയിട്ട് പോകും, ചിലര് ടാങ്കർ ലോറിയായിട്ട് പോകും. ഒരു വിദ്വാൻ അവിടെ വന്നു, അവന്റെ കയ്യിൽ ഇതൊന്നുമില്ല. ഒരു ഫുട്ബോൾ ഓസുമായിട്ടാണ് അവനോട് വന്നു. അവൻ ആ വെള്ളത്തിലേക്ക് ഇട്ട് പമ്പ് ചെയ്ത് അവന്റെ വീട് നിറച്ച് വെള്ളം, ആ 10,000 ലിറ്റർ വെള്ളം. നിങ്ങളുടെ പാത്രത്തിന്റെ തോതനുസരിച്ച് നിങ്ങൾക്ക് ജീവിതത്തിന്റെ നിറവിനെ നിറയ്ക്കാൻ പറ്റും. ഈശ്വരൻ രാവിലെ സൂര്യന്റെ രൂപത്തിൽ ഉദിക്കുന്നു. ആർക്കെങ്കിലും കൊടുക്കാതിരിക്കുന്നുണ്ടോ? അദ്ദേഹം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഈശ്വരന്റെ ആ സൂര്യപ്രകാശത്തിന്റെ ആ ഉണർവിലെ അതോടൊപ്പം തന്നെ നമുക്ക് ഉണരാനുള്ള ഒരു അവസരം നമുക്ക് ഈ ആയുർവേദ പ്രോഡക്റ്റ് നമുക്ക് ഉണ്ടാക്കി തരും. പ്രകൃതിയോടൊപ്പം ഉണരാൻ പറ്റും, നമുക്ക് പ്രകൃതി അനുഭവിക്കാൻ പറ്റും. എനിക്ക് ഇന്ന് ഈ പ്രോഗ്രാമിൽ പ്രസന്റ് ചെയ്യാനായിട്ട് അവസരം എനിക്ക് തന്ന എല്ലാ ഗസ്റ്റുകൾക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. അതോടൊപ്പം തന്നെ ഇനി അടുത്ത ബുധനാഴ്ചയായിരിക്കും അടുത്ത പ്രോഗ്രാം. ഇതിന്റെ ബാലൻസ് ആണ് അടുത്ത പ്രോഡക്റ്റ്. ഇപ്പൊ ഇന്ന് 5 പ്രോഡക്റ്റ് പറഞ്ഞു, ബാലൻസ് 5 കിടക്കുന്നുണ്ട്. ഈ 5 പ്രോഡക്റ്റ് പറഞ്ഞത് ഒന്ന് കൗണ്ടർ ക്ലോക്ക് ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു ജീവിതം, ആരോഗ്യകരമായ ജീവിതവും സമ്പത്തും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.